കോട്ടയം വൈക്കത്ത് യാത്രക്കാരുമായി പോയ വള്ളം മറിഞ്ഞ ഒരാളെ കാണാതായി. സംഭവം കാട്ടിക്കുന്നിൽ. വള്ളത്തിലുണ്ടായിരുന്ന 20ഓളം പേരെ രക്ഷപ്പെടുത്തി. അപകടത്തിൽപ്പെട്ടത് മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്ത മടങ്ങിയവർ. इंदौर की लाली शौर्य की कहानी है, भारत के मस्तक पर वीरता की निशानी है. ഓപ്പറേഷൻ സിന്ദൂറിൽ ലോക്സഭയിൽ ചർച്ചയ്ക്ക് തുടക്കം. ഐതിഹാസിക നടപടിയെന്ന് പ്രതിരോധ മന്ത്രി. ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് വ്യക്തം. ആക്രമണം അവസാനിപ്പിച്ചതിന് പിന്നിൽ ബാഹ്യ സമ്മർദ്ദമില്ലെന്നും രാജ്നാഥ് സിംഗ്. നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ മധ്യസ്ഥ ചർച്ച തുടങ്ങി. ചർച്ച ആഗോള വ്യവസായി ജേക്കബ് ചെറുവള്ളിലിന്റെ നേതൃത്വത്തിൽ മധ്യസ്ഥ ചർച്ചയ്ക്കുള്ള അധികാരപത്രം ലഭിച്ചതായി ജേക്കബ്. മധ്യസ്ഥത വിജയിച്ചാൽ നിബന്ധനകൾ പാലിക്കാൻ സമയപരിധി. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്കെതിരെ ചുമത്തിയത് ഗുരുതര വകുപ്പുകൾ. മനുഷ്യക്കടത്തിന് ശ്രമിച്ചെന്നും എഫ്ഐആർ. ചുമത്തിയത് 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങൾ. സിസ്റ്റർ പ്രീതി 1-ാം പ്രതി, സിസ്റ്റർ വന്ദന 2-ാം പ്രതി. കന്യാസ്ത്രീകൾ റിമാൻഡിൽ. കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവത്തിൽ ബിഷപ്പുമാരെ വിമർശിച്ച് മന്ത്രി വി ശിവൻകുട്ടി. അരമനയിലിരുന്ന് പ്രാർത്ഥിച്ചാൽ പരിഹാരമാകില്ലെന്നും പ്രതികരിക്കണമെന്നും വിമർശനം. ഗീതയിൽ എടുത്തുകൊണ്ട് എഴുതിയിട്ട് മാത്രം അരമനയിൽ മാത്രം കയറി ഒതുങ്ങി ഇരുന്ന് പ്രാർത്ഥിച്ച പ്രശ്നത്തിന്റെ പരിഹാരം കാണുമോ? ഈ 2 കന്യാസ്ത്രീമാരെ ഘോഷയാത്രയോടുകൂടി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് ഒരു തിരുമേനിമാരുടെയും പ്രതിഷേധം കണ്ടില്ലല്ലോ. അറസ്റ്റിലായ സിസ്റ്റർ പ്രീതിയുടെ വീട് സന്ദർശിച്ച് മന്ത്രിമാരായ പി രാജീവും റോഷി അഗസ്റ്റിനും. അറസ്റ്റ് മതസ്വാതന്ത്ര്യത്തിലുള്ള കടന്നുകയറ്റമെന്ന മന്ത്രിമാർ. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ വ്യാപക പ്രതിഷേധം. ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷ പ്രതിഷേധം. പാർലമെന്റ് 2 തവണ തടസ്സപ്പെട്ടു. പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസുകൾ തള്ളി. प्रश्नकाल नहीं चलाना चाहते, आखिर जवाब दो. देश जानना चाहता है कि आप प्रश्नकाल क्यों नहीं चलाना चाहते. 10 महत्वपूर्ण मंत्रालयों पे आज चर्चा होने वाली है. शिक्षा, पर्यावरण, वित्त, श्रम, ऐसे महत्वपूर्ण विभागों पर चर्चा होना चाहती है. सदस्यों का समय होता है, आप प्रश्नकाल नहीं करना चाहते. ബിജെപി ഭരണത്തിൽ ന്യൂനപക്ഷ പീഡനമെന്ന് രാഹുൽ ഗാന്ധി. സംസ്ഥാനത്ത് വീണ്ടും ഷോക്കേറ്റ് മരണം. കാസർഗോഡ് ഷോക്കേറ്റ് മരിച്ചത് കോളിയടുക്കം സ്വദേശി കുഞ്ഞുണ്ടൻ. അപകടം പൊട്ടിവീണ വൈദ്യുത കമ്പിയിൽ നിന്ന്. പാലോട് രവിയുടെ ഫോൺ സംഭാഷണം ചോർത്തിയത് അന്വേഷിക്കുമെന്ന് KPCC. അച്ചടക്ക സമിതി അധ്യക്ഷൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അന്വേഷണ ചുമതല. ശബ്ദരേഖ പ്രചരിച്ചതടക്കം അന്വേഷിക്കും. അമേരിക്ക യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാറിന് ധാരണ. യൂറോപ്യൻ ഇറക്കുമതിക്ക് 15% താരിഫ് ഏർപ്പെടുത്തും. US-ൽ നിന്ന് യൂറോപ്യൻ യൂണിയൻ സൈനിക ഉപകരണങ്ങൾ വാങ്ങും.